ഒരു ബലാത്സംഖ്യയുടെ രോദനം അല്ലെങ്കിൽ വീരവാദം കേൾക്കണേ. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്ത് വിട്ടാൽ കോൺഗ്രസ് അല്ല, പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും. എടോ കോന്തൻ കൃഷ്ണകുമാറെ, നിനക്കെതിരായി സന്ദീപ് വാര്യർ പറഞ്ഞ തെളിവുകളെല്ലാം 100% ശരിയാണ്. നിന്റെ കയ്യിൽ സന്ദീപ് വാര്യർക്കെതിരായി തെളിവുകളുണ്ടെങ്കിൽ നീ കാണിക്കട, ആണത്തമുണ്ടെങ്കിൽ. സന്ദീപ് വാര്യർക്കെതിരായിട്ടുള്ള ചെറിയ ഒരു പൊടി തെളിവെന്തെങ്കിലും നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയ സമയത്ത് തന്നെ നിങ്ങൾ കൂട്ടത്തോടെ അത് പുറത്തു വിട്ടേനെ. അതിനർത്ഥം നിൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല. ഇയാളുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം 100% ഇയാൾ ഒരു ബലാത്സംഖ്യയാണെന്ന്. അങ്ങ് ഉത്തരേന്ത്യയിൽ BJP നേതാക്കളെല്ലാം ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് കണ്ട് ഇവന് പൂതി പിടിച്ച് കാണും, ഇവന് കൊതി പിടിച്ച് കാണും. അതുകൊണ്ടാണ് ഇവൻ അവരെ മാതൃകയാക്കുന്നത്. BJPയുടെയോ RSSൻ്റെയോ നേതാക്കളെ ക്ഷണിക്കുന്ന ഇവനെ പോലെയുള്ള സംഖ്യകളുടെ കാര്യം കട്ടപ്പുകയാണ്. ഈ നേതാക്കന്മാർക്ക് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മേലെ വല്ലാത്തൊരു ക്രഷാണ്. ഇവനെ പോലെ 3 നേരം ചാണകം തിന്നുന്ന സംഖ്യകൾക്ക് അതൊന്നും മനസ്സിലാവില്ല. കൃഷ്ണകുമാർ, നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിരൽ ചൂണ്ടിയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പൊട്ടിക്കരയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, നിങ്ങൾ പോയി വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞോളൂ. ഇതിൽ വളരെ അതിശയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരള സർക്കാർ എന്തുകൊണ്ട് ഇവൻ്റെ മേലെ കേസെടുക്കുന്നില്ല? ഇവൻ BJPയുടെ ഏത് കോണാണ്ടറായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണമെന്ന് കേരള സർക്കാരിന് അറിയില്ലയോ? കേരളത്തിലെ എല്ലാ ജനങ്ങളും ചോദിക്കുന്നു, ഇയാൾ ബലാത്സംഗം ചെയ്ത ആ അതിജീവിത എവിടെ? അവരെ ആരാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്? അവരെന്തുകൊണ്ടാണ് കോടതിയിൽ വരാത്തത്? എല്ലാം കേരള സർക്കാർ അന്വേഷിക്കേണ്ടതുണ്ട്. എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്ത് വിട്ടാൽ കോൺഗ്രസ് അല്ല. എടോ വിവരമില്ലാത്ത നാറികളായ ചാനലുകാരാ, ആ ഫോൺ വാങ്ങിയിട്ട് ആ വാട്സപ്പ് ചാറ്റ് നോക്കിക്കൂടെ നിങ്ങൾക്ക്? നിങ്ങളെയൊക്കെ ആരാടാ ഈ ചാനലിലെടുത്തത്? കഷ്ടം തന്നെ. കണ്ണെത്താ ദൂരത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബലാത്സംഗം നടന്നാൽ സംഖ്യകളെല്ലാം അപ്പാടെ കാവി കോണവും കൊണ്ട് ഉറഞ്ഞു തുള്ളി വരുന്നതാണ്. അതിൽ ഈ നാറിയാണ് എപ്പോഴും മുൻപന്തിയിലുണ്ടാവുക. ഇപ്പോൾ ഈ നാറിയുടെ വായിൽ മലമാണ്, പച്ചമലം. സത്യത്തിൻ്റെ പാതയിലാണ് എൻ്റെ സഞ്ചാരം. ഇതിൽ നിങ്ങൾക്കും മണിച്ചേരാം. ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.